നോയ്സിൽ നിന്നും മറ്റൊരു കിഡിലൻ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. നോയ്സ് ColorFit കാലിബർ 2 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ രണ്ട് കളർ വേരിയന്റ് നമ്മുടെ കയ്യിലുണ്ട്. ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വിന്റേജ് ബ്രൗൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് വാച്ച് നമുക്ക് പരിചയപ്പെടാം. വെറും 1600 രൂപയ്ക്ക് ഈ ഒരു വാച്ച് ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഏകദേശം 5000 റുപ്പീസ് ഒക്കെ ആണെങ്കിൽ പോലും 1600 രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു വാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. ബോക്സിന് പുറത്തായിട്ട് നമുക്ക് നോയ്സിന്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. വാച്ചിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിറകിലേക്ക് വരികയാണെങ്കിൽ വാച്ചിന്റെ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോയ്സ് ഫിറ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും ഇതിൽ അവൈലബിൾ ആണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേപ്പർ ബോക്സ് കാണാം. ഇതിൽ വാറന്റി ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. വാച്ചിന്റെ ഓവറോൾ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. പോളി കാർബണേറ്റ് ആണ് ഇതിന്റെ ബോഡി മെറ്റീരിയൽ. ഒരു ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നോയ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പിലേക്ക് വരുന്ന സമയത്ത് 22 mm ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രാപ്പ് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ധരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു സ്ട്രാപ്പിന്റെ ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് ധരിക്കുന്ന സമയത്ത് സ്ട്രാപ്പ് ഇതേപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം ഇത് വിയർ ചെയ്യാനായിട്ട്. വാച്ച് പവർ ഓൺ ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് നമുക്ക് ഇതേപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള വാച്ച് ഫേസ് സെറ്റപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ആപ്പ് വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിൻഡോയാണ്. നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഇവിടെ കാണാൻ പറ്റും. അതായത് ടെക്സ്റ്റ് മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്കിതിൽ കാണാം. ഇനി ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ ടാപ്പ് ചെയ്താൽ ക്വിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വിക്ക് റിപ്ലൈസ് നമുക്ക് ആപ്പ് വഴി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. ഇതിലൊന്ന് ടാപ്പ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യാണ്. പോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് വീണ്ടും ടാപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ട്രാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ UIയും അതേപോലെ ഇൻ്റർഫേസ് എല്ലാം വളരെ സ്മൂത്താണ്. അപ്പോൾ മ്യൂസിക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബ്രെത്ത് മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്, അതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. പിന്നെ ആക്ടിവിറ്റി സെക്ഷൻ കാണാൻ പറ്റും. എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ താഴെ നിന്ന് മുകളിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഷോർട്ട് കട്ട്സ് ആണ്. പവർ സേവിങ് മോഡ് ഉണ്ട്, അതുപോലെ ഫൈൻഡ് മൈ ഡിവൈസ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫോണ് റിങ് ചെയ്യും. ഫോൺ ഇപ്പോൾ നിങ്ങളുടേത് എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിലൊന്ന് ടാപ്പ് ചെയ്താൽ ഫോൺ റിങ് ചെയ്യും. അപ്പോൾ ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ നമുക്കിതിൽ ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ DND മോഡ് ഉണ്ട്, ടോർച്ച് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൈബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. റെസ്റ്റ് അവേക്ക് എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് നമ്മൾ വാച്ച് ഇതേപോലെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്ക്രീന് ഓൺ ആയിട്ട് വരും. ആ ഒരു ഫീച്ചറാണ്. അത് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ ഡിവൈസ് ഇൻഫർമേഷൻ ഉണ്ട്, DND മോഡ് ഉണ്ട്, QR കോഡ് ഉണ്ട്, റീബൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ഓഫ്, റീസെറ്റ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ നമുക്കിതിൽ ആസ് യൂഷ്വൽ നോയ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ലോഗ്, അതുപോലെ സ്ലീപ്പ് മോണിറ്റർ, SpO2 മെഷർമെൻറ്റ്, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ, പിന്നെ സ്ട്രെസ് മോണിറ്റർ, പിന്നെ ബ്രെത്ത് മെഷർമെൻറ്റ് അതൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ ക്ലോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ചെന്നാൽ നമുക്ക് അലാം, അതുപോലെ സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക്, ടൈമർ, ഇത്രയും ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. വർക്കൗട്ട്സ് എന്നുള്ള സെക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട് മോഡ്സ് ഇതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്പോർട്സ് റെക്കോർഡ് എന്ന് പറഞ്ഞ് മറ്റൊരു സെക്ഷൻ കാണാൻ പറ്റും. പിന്നെ വെതർ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഡേറ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ മ്യൂസിക് നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ് ചെയ്യാം. പിന്നെ റിമൈൻഡേഴ്സ് ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, വാച്ച് ഫേസസ് ഇവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ സെറ്റിംഗ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അത്യാവശ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാൽക്കുലേറ്ററും ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ 1.83 ലാർജ് ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. IP68 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വാട്ടറൊക്കെ ആയാലും പെട്ടെന്ന് ഈ ഒരു വാച്ച് ഡാമേജ് ആകുന്നതല്ല. അപ്പോൾ വളരെ ലാർജായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആ ഒരു ബ്ലാക്ക്, അതായത് ജെറ്റ് ബ്ലാക്ക് വേരിയൻറ്റിനേക്കാളും എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രൗൺ കളർ വേരിയൻ്റ് ആണ്. കാരണം ബ്ലാക്ക് വേരിയൻറ്റ്
ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ഉണ്ടാവാം. പക്ഷേ ഇതൊരു കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമുക്കിതിൽ നോയ്സ് ഹെൽത്ത് സ്യൂട്ട് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 150+ വാച്ച് ഫേസസ് ഉണ്ട്. അതുപോലെ തന്നെ 60+ സ്പോർട്സ് മോഡ്സ് ഈ ഒരു വാച്ചിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IP68 റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് വളരെ ഒരു ഫ്ലാറ്റ് എഡ്ജ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ചോയ്സായിട്ട് കാണാവുന്ന ഒരു മികച്ച സ്മാർട്ട് വാച്ച് തന്നെയാണിത്. അതൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ നമുക്കിത് ഏകദേശം 5ഓളം കളേഴ്സിൽ ഈ ഒരു വാച്ച് അവൈലബിൾ ആണ്. പൈൻ ഗ്രീന്, അതുപോലെ ലൈറ്റ് ലാവൻഡർ, വിൻറ്റേജ് ബ്രൗൺ, ജെറ്റ് ബ്ലാക്ക്, മിഡ് നൈറ്റ് ബ്ലൂ. പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിൽ കോൾ വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പം നമ്മുടെ വാച്ചിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ക്വിക്ക് റിപ്ലൈ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോള് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. മ്യൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിൽ കോൾസ് നമുക്ക് ഈ ഒരു വാച്ചിലൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ കോൾ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വെയ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഏകദേശം 41 ഗ്രാമാണ് ഈ ഒരു വാച്ചിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ ധരിക്കുമ്പോഴും ഒരു അൺകംഫർട്ടബിൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ ബൾക്കി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാച്ച് തന്നെയാണിത്. പല സ്മാർട്ട് വാച്ചുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡേ ലൈറ്റിൽ ക്ലാരിറ്റി കുറയുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വാച്ചിൽ നമുക്ക് 500 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നത് കൊണ്ട് തന്നെ ഡേ ലൈറ്റിലും നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വിൻറ്റേജ് ബ്രൗൺ കളറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നോയ്സ് കളർഫിറ്റ് കാലിബർ 2 അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.